Good morning all. Welcome to the daily news desk of Dakshina Learning. So, നമുക്ക് ഇന്നത്തെ important news articles ഏതൊക്കെയെന്ന് നോക്കാം. First, related to a caste news, that means demands to quota in private sector. Second one is അടുത്ത രണ്ട് ന്യൂസ് ജുഡീഷ്യറി ബേസ് ചെയ്തിട്ടാണ് about judicial vacancies അത് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. Third one about our technology side എന്നുള്ളതാണ് റാഫേൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ കുറിച്ചിട്ടാണ്. Third one about environmental and geographical news about submarine canyon. Another one about our technological innovation like microgravity എങ്ങനെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്യുന്നുള്ള സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ്. Then last two article is about vaccine preventable disease and other caste countനെ കുറിച്ചിട്ടാണ് രണ്ട് ന്യൂസ് ആർട്ടിക്കിൾ ഡിസ്കഷൻ വരുന്നത്. സോ നമുക്ക് ന്യൂസിന്റെ അനാലിസിസിലോട്ട് പോകാം. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് about quota in private sector, എസ്പെഷ്യലി ഫോക്കസിങ് ഓൺ ജുഡീഷ്യറി. ഇപ്പോൾ ഈ ഡിമാൻഡ് വന്നിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. തേജസ്വിനി യാദവ് എന്ന് പറഞ്ഞ MP അടുത്ത് നിന്നാണ് ആക്ച്വലി ഡിമാൻഡ് വന്നിരിക്കുന്നത്. സോ എന്താ ഡിമാൻഡ് മെയിനായിട്ട് ടു എക്സ്റ്റെൻഡ് ദ റിസർവേഷൻ ടു പ്രൈവറ്റ് സെക്ടർ ജുഡീഷ്യറി ആൻഡ് കോൺട്രാക്ട്. കറന്റ് നമുക്ക് റിസർവേഷൻ ഉള്ളത് ഗവൺമെന്റ് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതാണ് പ്രൈവറ്റ് സെക്ടർ ജുഡീഷ്യറി പിന്നെ അതർ കോൺട്രാക്ച്വൽ ജോബ്സിനെ ബേസ് ചെയ്തിട്ട്. ഇതിന് വേണ്ടിയിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ട്വീക്ക് ചെയ്യാനും അതിനൊന്ന് റിഫോർമേഷൻ കൊണ്ടുവരാനും ഉള്ള സജഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പുള്ളി എംഫസൈസ് ചെയ്ത മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കാസ്റ്റ് സെൻസസ് ഡേറ്റ ഷുഡ് ഡ്രൈവ് എ റിഫോം ഇൻ റിസർവേഷൻ പോളിസീസ് ആൻഡ് അതേപോലെ തന്നെ ഡീലിമിറ്റേഷനും പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനും എൻഹാൻസ് ചെയ്യാനും പറയുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം പുഷ് ഫോർ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ മെയിനായിട്ട് നമ്മളെ എക്സാം ബേസ് ചെയ്തിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിയിൽ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആൻഡ് ആൾസോ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഇലക്ടോറൽ റിഫോംസിന്റെ പാർട്ടായിട്ട് വരും. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്രീഫിങ്ങിലോട്ട് പോകാം. എന്തൊക്കെയാണ് പ്രിലിംസ് പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം അറിയേണ്ടതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ഫോർ റിസർവേഷൻ. അപ്പൊ റിസർവേഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 15 ക്ലോസ് 4. എന്താ ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ടാണ് ആക്ച്വലി ഈ ആർട്ടിക്കിൾ വരുന്നത്. ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എംപവേഴ്സ് സ്റ്റേറ്റിനെ എംപവർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് SC and ST. എസ്പെഷ്യലി നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതിന്റെ അകത്ത് എക്കണോമിക്കൽ ക്ലാസ് പറയുന്നില്ല, പകരം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസും SC and ST സെക്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് പ്രൊവിഷൻസ് കൊണ്ടുവരാം എന്നാണ്. അപ്പൊ ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് എന്താ ചെയ്ത് ഇറ്റ് അലൗസ് റിസർവേഷൻ ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ഫോർ ബാക്ക്വേർഡ് ക്ലാസ് നോട്ട് അഡീക്വറ്റ്ലി റെപ്രസെന്റഡ് ഇൻ സർവീസ്. അപ്പൊ സർവീസിൽ അഡീക്വറ്റ്ലി റെപ്രസെന്റ് ചെയ്യാത്ത ബാക്ക്വേർഡ് ക്ലാസസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് റിസർവേഷൻ എന്നുള്ളൊരു പോളിസി ടൂൾ കൊണ്ടുവരാം എന്നാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്ത് പറയുന്നത്. സോ ഇതിനു വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 340 പ്രകാരം ഗവൺമെന്റിന് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിന്റെ ബേസിസിലാണ് ആക്ച്വലി എന്ത് വരുന്നത്? മണ്ഡൽ കമ്മീഷൻ വരുന്നത്. അപ്പൊ നമുക്ക് മണ്ഡൽ കമ്മീഷനെ കുറിച്ച് ഒരു ബ്രീഫ് നോക്കാം. ഫസ്റ്റ് മണ്ഡൽ കമ്മീഷൻ എന്ന് ആക്ച്വലി വന്ന 1979 ആണ് അണ്ടർ BP മണ്ഡൽ ടു ഐഡന്റിഫൈ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റഡിയുടെ ബേസ് ആയിട്ട് 27% റിസർവേഷൻ ഫോർ OBC ഇൻ ഗവൺമെന്റ് ജോബ്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എനേബിൾ ചെയ്തു. As a result of this, what happened? Total reservation including SC, ST, OBC to 49.95% റിസർവേഷൻ സീലിംഗിലോട്ട് വന്നു. ഫേമസ് ആയിട്ടൊരു കേസ് ഉണ്ട്, ഇന്ദിരാ സോനി കേസ്. ഈ ഒരു റിസർവേഷൻ ജഡ്ജ്മെന്റ് പാർട്ടായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻ ആ കേസ് ജഡ്ജ്മെന്റ് ആണ് ആക്ച്വലി ഇന്നത്തെ കറന്റ് റിസർവേഷൻ പോളിസിയുടെ മെയിൻ ബെഡ് റോക്ക് സ്റ്റാൻഡ്സ് ആയിട്ട് നിൽക്കുന്നത്. ദെൻ കംസ് കാസ്റ്റ് സെൻസസ്. കാസ്റ്റ് സെൻസസ് ആദ്യമായിട്ട് അപ്രൂവ് ചെയ്യുന്നത് ക്യാബിനറ്റ് എന്നാണ് 1931 ശേഷമാണ് ആക്ച്വലി ഒരു അപ്രൂവൽ വരുന്നത് ഈ ഒരു കാസ്റ്റ് സെൻസസിന് വേണ്ടിയിട്ട്. അതിന്റെ പാർട്ടായിട്ട് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഡേറ്റ എനേബിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പബ്ലിക്കിലോട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ട്? ക്വാളിറ്റി ഇഷ്യൂ മൂലം. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പ്രിലിംസ് പോയിന്റിൽ അറിയേണ്ട മെയിൻ ഫോർഡർ പോയിന്റ്സ് എന്തിനെ ബേസ് ചെയ്തിട്ട്, ഈ ന്യൂസ് ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട്. ഇനി നമുക്കിത് എങ്ങനെ മെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മെയിൻസിന്റെ GS പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവർണൻസ് സൈഡിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റർ ആണ് ആക്ച്വലി. ഈ ഒരു ഇലക്ടോറൽ റിഫോംസിന്റെ പാർട്ടിലും ഇമ്പോർട്ടന്റ് ആണ്. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. അടുത്ത രണ്ട് ന്യൂസ് ആർട്ടിക്കിൾ അബൌട്ട് ജുഡീഷ്യൽ റിഫോമിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ജുഡീഷ്യൽ വാക്കൻസീസും അതിന്റെ ഒരു വേഗ് പിക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ന്യൂസിൽ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ജുഡീഷ്യൽ വാക്കൻസി ക്രൈസിസിലാണ്. ഹൈക്കോർട്ടിലൊക്കെ ഇപ്പം ഡൽഹി ഹൈക്കോർട്ടിന്റെ കേസാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അബൌട്ട് 40% വാക്കൻസി റേറ്റ് ഇപ്പൊ ഡൽഹി ഹൈക്കോർട്ടിലുണ്ട്. ആൻഡ് ആൾസോ ദർ ഇസ് നോ ഫർദർ പോസ്റ്റിംഗ് ഓഫ് ദീസ് ജഡ്ജസ് ആൾസോ.
ഇത് കാരണം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ദർ ഇസ് എ പെൻഡിങ് ഓഫ് കേസ് 62 lakh കേസ് ആക്ച്വലി ഇന്ന് കോർട്സിൽ പെൻഡിങ് ആണ്, ഇവിടെ അലഹബാദിലും പഞ്ചാബിലും ഹരിയാനയിലും എല്ലായിടത്തും കൂടിയിട്ട്. അപ്പൊ ഇതെന്താ ആസ്പെക്റ്റിൽ എത്തുന്നതെന്ന് വെച്ചാൽ ജസ്റ്റിസ് എന്താ ഡിലേ ആവുന്നുണ്ട്. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പൊ ആ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം അത് വേറെ നമ്മളെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ തന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രിലിംസ് പോയിന്റിൽ അനലൈസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് മെയിൻ ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് ഏതൊക്കെ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 124. ആർട്ടിക്കിൾ 124 എന്താ പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് അപ്പോയിന്റ്മെന്റ് ഓഫ് സുപ്രീം കോടതി ജഡ്ജസ്. അപ്പൊ ജഡ്ജസിന് ആരാ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. പ്രസിഡന്റ് സ്വയം ഇഷ്ടമാണോ അല്ല, ഹി കൺസൾട്ട്സ് ഹൂം CGI, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് കൺസൾട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഡിസിഷൻ എടുക്കുന്നത്. ടെന്യൂർ ടിൽ 65 years. 65 years വരെ ടെന്യൂർ ഉണ്ട് ആർക്ക്, സുപ്രീം കോർട്ട് ജഡ്ജസിന്. ഇതേ പ്രൊവിഷൻ തന്നെ എവിടെയുണ്ട്, ഹൈക്കോർട്ടിലുണ്ട് അണ്ടർ ആർട്ടിക്കിൾ 217. അപ്പൊ ഹൈക്കോർട്ട് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, അതും പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹി കൺസൾട്ട്സ് CGI, ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്, ഗവർണർ ആൾസോ. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ്, ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ടെന്യൂർ ടിൽ 62 years. ഓക്കെ. അപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ പ്രസിഡന്റ് കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജ് പാനലിനെ നമ്മൾ കൊളീജിയം എന്ന് പറയും. അപ്പൊ ആ പാനലിൽ ആരൊക്കെയുള്ള സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടാവും, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഉണ്ടാവും, 4 സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് മെയിൻ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചൊക്കെ ഫേമസ് ആയിട്ട് ഒരു റെവല്യൂഷണറി കേസ് തന്നെയുണ്ട്, ഫസ്റ്റ് ജഡ്ജ് കേസ്, സെക്കൻഡ്, തേർഡ് ജഡ്ജസ് കേസ് എന്നുള്ള രീതിയിലുണ്ട്. അപ്പൊ ഇതിൽ തേർഡ് ജഡ്ജസ് കേസിലാണ് ആക്ച്വലി എന്താവുന്നത്, ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഈ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു അഡ്വൈസ് ഉണ്ടല്ലോ, അത് ബൈൻഡിങ് ആണെന്നുള്ള രീതിയിൽ ജഡ്ജ്മെന്റ് വരുന്ന തേർഡ് ജഡ്ജസ് കേസിലാണ്. ഇനി ഇതിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായ ഒരു അപ്രോച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ഉണ്ടായ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്, 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഇൻ 2014. ആ 99th അമെന്റ്മെന്റ് വഴി എന്താ കൊണ്ടുവരാൻ ട്രൈ ചെയ്ത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. അപ്പൊ ഈ കമ്മീഷൻ കൊണ്ടുവന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, സാധാരണ ഇത് ജുഡീഷ്യറിയുടെ ആംബിറ്റിൽ വരുന്നതാണ്. അപ്പൊ ഇതിലൊരു എക്സിക്യൂട്ടീവിന്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരെയും കൂടെ അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റ് ട്രൈ ചെയ്തു. അപ്പൊ അത് സെപ്പറേഷൻ ഓഫ് പവറിനെ ബാധിക്കുന്നു എന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി തള്ളിപ്പോവുക ചെയ്തു. ഓക്കെ. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്, ആക്ച്വലി മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ജുഡീഷ്യറിയുടെ റിഫോംസും അതേപോലെ പൊളിറ്റി പേപ്പർ ടു ഗവർണൻസിലും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് ഈ റിഫോംസ് കൊണ്ടുവരുന്നതിന്റെ ഒരു ചെറിയൊരു അപ്രോച്ചിനെ കുറിച്ചാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അപ്രോച്ച് എന്ന് വെച്ചാൽ മീഡിയേഷനാണ്. അതായത് കോർട്ടിൽ ഇത്രയും പെൻഡൻസി കൊണ്ടുവരാതെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് മെയിൻ ആയിട്ട് ട്രൈ ചെയ്യാന്നാണ് ആക്ച്വലി ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീസെന്റ് അവർ ഓണറബിൾ പ്രസിഡന്റ് ആക്ച്വലി ഇതൊന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോൺഫറൻസിൽ, ഒരു മീഡിയേഷനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഔട്ട് ഓഫ് കോർട്ട് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രീ കൊളോണിയൽ അല്ലെങ്കിൽ നമ്മുടെ കൊളോണിയൽ പീരീഡിലെ ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിന് കൂടുതൽ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ പ്രസിഡന്റ് മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്തത്. സോ ഇതിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് പ്രിലിംസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർഡർ പോയിന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട് ഔട്ട്സൈഡ് കോർട്ട്. ഇത് ലെസ് ഫോർമൽ ആണ്, ഫാസ്റ്റർ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ, വൺ ഇസ് ആർബിട്രേഷൻ, സെക്കൻഡ് വൺ ഇസ് മീഡിയേഷൻ, തേർഡ് ഇസ് കോൺസിലിയേഷൻ, നെഗോസിയേഷൻ ആൻഡ് ലോക് അദാലത്ത്. അപ്പൊ ഇത് നിങ്ങൾ കമ്പാരിറ്റീവ്ലി ടേബിൾ ആക്കി വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. എന്താണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്? ഇതൊരു ന്യൂട്രൽ തേർഡ് പാർട്ടിയെ നിർത്തിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മീഡിയേഷൻ പ്രോസസ്സാണ്. എസ്പെഷ്യലി ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസിഷൻ ബൈൻഡിങ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് മീഡിയേഷൻ. ഇത് ഇതേപോലെയാണ്, ന്യൂട്രൽ മീഡിയേറ്റർ ഉണ്ടാവും, ഡയലോഗ് ഫെസിലിറ്റേറ്റ് ചെയ്യും. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് നോൺ ബൈൻഡിങ് ആണ്. സോ തേർഡ് വൺ ഇസ് കോൺസിലേഷൻ. സിമിലർ ടു മീഡിയേഷൻ തന്നെയാണ്, പക്ഷെ ഇത് എന്താണ് നോൺ ബൈൻഡിങ് ആണ്. ആൻഡ് ലാസ്റ്റ് ഫസ്റ്റ് വൺ ഇസ് നെഗോഷിയേഷൻ. ഇത് ഡയറക്റ്റ് ഡിസ്കഷൻ ബിറ്റ്വീൻ പാർട്ടിയാണ്. ഇവിടെ മീഡിയേറ്റർ ഇല്ല, രണ്ട് പാർട്ടിയുടെ ഇടയിലുള്ള ഡിസ്കഷൻ ആണ്, ഇൻഫോർമൽ ആണ്. ലാസ്റ്റ് ലോക് അദാലത്ത്. ഇതാണ് ആക്ച്വലി സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉള്ള ഒരു സാധനം, ലോക് അദാലത്താണ്. ഇതിന്റെ ഡിസിഷൻ എന്താണ്? ബൈൻഡിങ് ആണ്. അപ്പൊ ഇതിന്റെ കീ ഡിഫറൻസ് മെയിൻ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പരീക്ഷയ്ക്ക് ഇത്തവണ പ്രിലിംസിന് നല്ല ഫോക്കസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ലാസ്റ്റ് ഇയർ നാഷണൽ മീഡിയേഷൻ, നോട്ട് ലാസ്റ്റ് ഇയർ, ദിസ് മന്ത് ഇറ്റ്സെൽഫ് നാഷണൽ മീഡിയേഷൻ കോൺഫറൻസ് ഉണ്ടായിട്ടുണ്ട് മെയ് 2025 ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് മീഡിയേഷൻ ആക്ടിനെ എനേബിൾ ചെയ്യേണ്ട പ്രൊവിഷൻസിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡിസ്കഷൻ വന്നത് കൊണ്ട് തന്നെ ഈ ന്യൂസിൽ ഒരുപാട് ഹൈലൈറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ജുഡീഷ്യൽ റിഫോമിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എനേബിൾ ചെയ്യാനും അനദർ ഏരിയ ഗവർണൻസിന്റെ റിഫോംസ് ഏരിയയിൽ നമുക്ക് മെയിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് അബൌട്ട് ഡിഫൻസ് ടെക്നോളജി. അപ്പൊ റാഫേൽ ഫൈറ്റർ ജെറ്റിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത്. റീസെന്റ് അറിയാം, പാകിസ്ഥാനുമായിട്ട് ഇഷ്യൂ വന്നപ്പോൾ ഫ്രാൻസുമായിട്ട് ഡീല് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്ത് റാഫേൽ ജെറ്റിനെ നമ്മൾ കൊണ്ടുവരികയുണ്ടായി. അപ്പൊ ആ ഒരു ഫ്ലൈറ്റ് ജെറ്റിനെ എയർ കാരിയറിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ള മെയിൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് അബൌട്ട് റാഫേൽ ജെറ്റ് ആണ്. അപ്പൊ അതെന്താണ്, ഒരു നേവൽ വേരിയന്റ് ആണ്. റീഇൻഫോഴ്സ്ഡ് അണ്ടർ കാരേജ് അറസ്റ്റർ ഹൂക്ക് ആൻഡ് ജംപ് സ്റ്റാർട്ട് നോസ് വീൽ ഫോർ കാരിയർ ലാൻഡിങ്സ്. ഇത് അതിന്റെ ടെക്നോളജി സൈഡാണ് പറയുന്നത്. ഒരു നേവൽ വേരിയന്റ്, അതായത് കടലിൽ നിന്ന് തന്നെ നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫൈറ്റർ ജെറ്റ് ആണ് ആക്ച്വലി അത് റാഫേൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരിയേഴ്സ് ഏതൊക്കെയെന്ന് അറിയണം. നമുക്ക് 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ള. ഒന്ന് INS വിക്രാന്ത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇത് ഇൻഡിജിനിയസ്ലി മെയ്ഡ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് INS വിക്രമാദിത്യ. ഇത് ഇൻഡിജിനിയസ്ലി മെയ്ഡ് അല്ല, പക്ഷെ റഷ്യ നമ്മൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ട് അതിനെ എൻഹാൻസ് ചെയ്തിട്ടുള്ള മോഡലാണ് INS വിക്രമാദിത്യ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലും ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ സിസ്റ്റം ഉണ്ട്, ദാറ്റ് ഈസ് സ്ട്രോബാർ സിസ്റ്റം. ഈ സ്ട്രോബാർ സിസ്റ്റം എന്താണെന്ന് ചോദിക്കാം. ഇറ്റ്സ് ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി. അതായത് എയർക്രാഫ്റ്റിന്റെ ടേക്ക് ഓഫ് സമയത്ത് സ്കൈ ജമ്പ് ചെയ്ത് എന്താ പറയാ, വളരെ സ്ലോ ആയിട്ടാണ് ആക്ച്വലി അതിന്റെ ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷെ സ്കൈയിൽ എത്തുമ്പോഴാണ് അതിന്റെ സ്പീഡിന്റെ വെലോസിറ്റി എൻഹാൻസ് ചെയ്തിട്ട് നല്ല സ്പീഡിൽ മൊമെന്റം കീപ്പ് ചെയ്യുന്നത്. അതേപോലെ അറസ്റ്റഡ് ആയിട്ടാണ് ആക്ച്വലി ഇത് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വളരെ ഫ്രിക്ഷനോട് കൂടിയിട്ട് ഇതിന് മെയിനായിട്ട് അറസ്റ്റർ വയേഴ്സ് ഉണ്ടാവും. ആ അറസ്റ്റർ വയേഴ്സ് കീപ്പ് ചെയ്തിട്ടാണ് അത് ലാൻഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവുന്നത്. ഈ ഒരു ടെക്നോളജിയാണ് മെയിൻലി ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കഷൻ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള റാഫേലിനെ കുറിച്ചും അതേപോലെ INS വിക്രമാദിത്യയെ കുറിച്ചും സ്ട്രോബാർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ഒരു ഏരിയ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത് പ്രിലിംസ് ഫോക്കസ്ഡ് ആണ്. എന്നാലും നമുക്ക് GS പേപ്പർ 3 മെയിൻസിൽ ഡിഫൻസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് മെയിനായിട്ട് ഇത് കൺസിഡർ ചെയ്യും. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഇതൊരു എൻവയോൺമെന്റൽ ന്യൂസ് ആണ്, ജോഗ്രഫിക്കൽ ആസ്പെക്ട് ഉണ്ട്. ഇത് അബൌട്ട് സബ്മറൈൻ കാനിയൻ. അപ്പൊ നമ്മൾ എർത്തിന്റെ സർഫസിൽ ഇപ്പൊ ഗ്രേറ്റ് കാനിയൻ ഉണ്ട് അമേരിക്കയിൽ, അരിസോണയിലുണ്ട്. അവിടെ പോലത്തെ ഒരു ഡീപ്പ് നാരോ വാലി നമുക്ക് ഇവിടെ ഉണ്ട്, ഓഷ്യന്റെ അണ്ടറിലുണ്ട്. അപ്പൊ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മെയിൻലി സ്റ്റഡി ചെയ്യുന്നത് ഒരു കാനിയോനെ കുറിച്ചാണ്, വിച്ചാർഡ് കാനിയോൺ എന്ന് പറയും. ഈ കാനിയോൺ മെയിൻ ആയിട്ട് ഇവിടെയുള്ള അറ്റ്ലാന്റിക് ഓഷ്യന്റെ അയർലൻഡിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു കാനിയോൺ ആണ്. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ സ്റ്റഡി എന്ന് വെച്ചാൽ, ഈ കാനിയോന്റെ അവിടെ കുറച്ച് ടർബിഡിറ്റി കറണ്ട്, അതായത് മെയിൻ ആയിട്ട് ഈ ഓഷ്യന്റെ വാട്ടർ ആൻഡ് റിവേഴ്സിന്റെ വാട്ടർ വന്നിട്ട് ഈ ഒരു നാരോ വാലിയിലോട്ട് വരുമ്പോൾ ടർബിഡിറ്റി ഉണ്ടാവും. ആ ടർബിഡിറ്റി മൂലം ഉണ്ടാകുന്ന കറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടർബിഡിറ്റി കറൻസ് എന്ന് പറയുന്നത്. ഈ ടർബിഡിറ്റി കറൻസിന് പ്രത്യേകം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് സെഡിമെന്റ്സ്, ഓർഗാനിക് മാറ്റർ ആൻഡ് പൊല്യൂട്ടൻ. ആ ഒരു കോണ്ടിനെന്റ് ഷെൽഫിലെ കംപ്ലീറ്റ് ഓർഗാനിക് മാറ്ററും പൊല്യൂട്ടനും സെഡിമെന്റ്സും ക്യാരി ചെയ്തിട്ടാണ് ആക്ച്വലി എങ്ങോട്ട് പോകുന്നത്, ഈ കാനിയോൺസിലോട്ട് മെയിൻ ആയിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ വേസ്റ്റ് ക്യാരി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ മൈക്രോ പ്ലാസ്റ്റും അതർ വേസ്റ്റ് മെറ്റീരിയലും കൂടെ ക്യാരി ചെയ്യും. ഈ മൈക്രോ പ്ലാസ്റ്റ് എന്ന് വെച്ചാൽ നാനോ പാർട്ടിക്കിൾ സൈസിലുള്ള പ്ലാസ്റ്റിക് മാറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് ഓർഗാനിസത്തിന്റെ അണ്ടറിൽ ചെല്ലിയും അല്ലെങ്കിൽ ഫുഡ് ചെയിനിൽ ചെല്ലിയും അത് പിന്നീട് ഹ്യൂമൻസിലോട്ട് എത്തുകയും ചെയ്യും. കാർസിനോജനിക് ആണ് ആക്ച്വലി ഈ മെയിൻ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. 2 to 3 years ബാക്ക് UPSC പ്രിലിംസിൽ മൈക്രോ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതേപോലത്തെ എൻവയോൺമെന്റ് ന്യൂസ് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. വിച്ചാർഡ് കാനിയോൺ എന്ന് പറയുന്നത് അയർലൻഡിന്റെ അറ്റ്ലാന്റിക് സീയുടെ കോസ്റ്റിന്റെ അടുത്താണ് മെയിൻ ആയിട്ട് ഇത് കാണുന്നത്. ഓക്കെ, അപ്പൊ ജോഗ്രഫിക്കൽ ആസ്പെക്റ്റിൽ എന്താണ് കാനിയോൺ എന്നും നമ്മൾ ലാൻഡ് സർഫസിൽ എവിടെയൊക്കെ കാനിയോൺ ഉണ്ടെന്നും സീയുടെ സൈഡിൽ എവിടെയൊക്കെ കാനിയോൺ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഇത് ആക്ച്വലി അതേപോലെ ഒരു ടെക്നോളജിക്കൽ സ്റ്റഡിയെ കുറിച്ചിട്ടാണ്, മൈക്രോ ഗ്രാവിറ്റിയെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഗഗൻയാൻ മിഷനിലോട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് ആസ്ട്രോണമേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ ഇൻ സ്പേസ് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് സ്റ്റഡിയുടെ ഔട്ട്പുട്ട് ആണ് മൈക്രോ ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻലി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, മൈക്രോ ഗ്രാവിറ്റി ആസ്ട്രോണേഴ്സിന്റെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റഡി അവർക്ക് ആ ഒരു എയർക്രാഫ്റ്റ് ഡിസൈനിങ്ങിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇൻ സ്പേസ് ബ്ലഡ് റീഡിസ്ട്രിബ്യൂഷൻ ഫ്രം ലിംസ് ടു കോർ മേക്കിംഗ് എസ്റ്റിമേറ്റീവ്സ് ഓഫ് കൂളർ ആൻഡ് കോർ വാർമർ. അപ്പോൾ ഈ ഒരു മൈക്രോ ഗ്രാവിറ്റി ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എയർക്രാഫ്റ്റ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പോകുന്ന ആസ്ട്രോണോട്സിന്റെ സ്യൂട്ടും അതേപോലുള്ള ടെക്നോളജിക്കൽ ആസ്പെക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇത് മെയിനായിട്ട് കണ്ടക്ട് ചെയ്തത് IIST തിരുവനന്തപുരമാണ് മെയിൻലി 3D മോഡൽ മെയിനായിട്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് തെർമോ റെഗുലേഷൻ ഇൻ സ്പേസ് മാത്രമല്ല, ബാക്കി ഈ ഒരു എക്സ്ട്രീം എൻവയോൺമെന്റിൽ എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു മോഡലിംഗ് സ്റ്റഡീസിന് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. സോ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്ന് വെച്ചാൽ മൈക്രോ ഗ്രാവിറ്റി എന്താണെന്നുള്ള അറിയുന്ന പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ഇത് മെയിനായിട്ട് ഹാപ്പൻ ചെയ്യുന്ന ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി ആസ് ഇൻ സ്പേസ് അഫക്ട്സ് ബോഡി സിസ്റ്റം, കോസസ് ബോൺ ലോസ്, മസിൽ അട്രോഫി, ഫ്ലൂയിഡ് ഷിഫ്റ്റ് ആൻഡ് കാർഡിയോവാസ്കുലർ ചേഞ്ചസ്. ഈ മൈക്രോ ഗ്രാവിറ്റി മൂലം എന്താ, ഈ തെർമോ റെഗുലേഷനും ഹീറ്റ് ട്രാൻസ്ഫറിനും എല്ലാത്തിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫിസിയോളജി മെയിനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈ ഒരു മൈക്രോ ഗ്രാവിറ്റി സ്റ്റഡി മെയിനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്.
നെക്സ്റ്റ് അഗൈൻ സ്വിച്ചിങ് ബാക്ക് ടു സൊസൈറ്റി ന്യൂസ്, കാസ്റ്റ് സെൻസസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് എ കാസ്റ്റ് റെമ്യൂണറേഷൻ ഇൻ അപ്കമിങ് സെൻസസ്. അപ്പൊ ഇനി വരാൻ പോകുന്ന സെൻസസിന് കാസ്റ്റ് റെമ്യൂണറേഷനും കൂടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫസ്റ്റ് സിൻസ് 1931 ആണ്. ഇത് ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്, കാരണം റിസർവേഷനും കാസ്റ്റും എല്ലാം നമ്മുടെ പൊളിറ്റിക്സിന്റെ ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. ഓൾറെഡി സുപ്രീം കോടതിന്റെ ഇന്ദിരാ സോനി കേസ് ജഡ്ജ്മെന്റ് പ്രകാരം 50% കോട്ട ക്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ കാസ്റ്റ് സെൻസസ് വരുമ്പോൾ പിന്നും ഒരു റിസർവേഷൻ ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഇനി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഈ സെൻസസിന്റെ ഔട്ട് വന്നതിന് ശേഷം കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഈ സെൻസസിന്റെയും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് മെയിൻ ആയിട്ട് പ്രിലിംസ് ഫോക്കസ് ആയിട്ട് വരുന്നത്. സെൻസസ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാറ്റ്യൂട്ടറി ബേസിസ് എന്താണെന്ന് നോക്കാം. സെൻസസ് ഇസ് കണ്ടക്ട് അണ്ടർ സെൻസസ് ആക്ട് ഓഫ് 1948. അപ്പൊ അതിന് സ്റ്റാറ്റ്യൂട്ടറി ബേസിസ് ഉണ്ട്. അത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? സെൻസസ് ആക്ട് ഓഫ് 1948 ആണ്. ഇതിനൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനോ ഒന്നുമില്ല. ബട്ട് ഡീലിമിറ്റേഷൻ, ഈ ഒരു ഡേറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതേപോലെ രണ്ട് ടൈപ്പ് ഓഫ് സെൻസസ് ആണ്, സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ്, പിന്നെ റെഗുലർ സെൻസസ് എന്ന് പറഞ്ഞാൽ. ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ ആണ് കളക്ട് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ഡൺ ചെയ്തിരിക്കുന്നത് 2011 അതേസമയം റെഗുലർ സെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡീക്കേഡലാണ്, കോംപ്രഹെൻസീവ് ആണ്, കവേഴ്സ് പോപ്പുലേഷൻ, ഡെമോഗ്രഫി, ലാംഗ്വേജ്, റിലീജിയൻ, ഈ ആസ്പെക്റ്റിലെല്ലാം ഉള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കാസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ 1931 ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള. അവിടെ കാസ്റ്റ് ഡേറ്റ റെഫറൻസ് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പൊളിറ്റിക്കലി റിച്ച് ആയിട്ടുള്ള ന്യൂസ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഈ സെൻസസ് എന്നുള്ള ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾക്ക് ഒരു കീ ഐഡിയ ഉണ്ടായിരിക്കണം. സൊസൈറ്റി ആംഗിളിൽ ഇമ്പോർട്ടന്റ് ആണ്. കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചും അതിന്റെ എനേബിളിംഗ് റിഫോം പ്രൊഫഷനെ കുറിച്ചും നമ്മൾ മെയിൻസിന് എഴുതുന്ന സമയത്ത് ഈ ഒരു ഏരിയ നമുക്ക് ഫോർഡർ പോയിന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ അഗൈൻ അബൌട്ട് നമ്മുടെ മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ബയോടെക്നോളജി ആംഗിളാണ് വരുന്നത്. ഇതിന്റെ അകത്ത് വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് കുറിച്ചിട്ടാണ് സ്റ്റഡി വരുന്നത്. അപ്പൊ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഡിസീസ് റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു ഗുഡ് ആണ്, കാരണം നമുക്ക് ഓൾറെഡി പ്രിവെന്റീവ് ഏരിയ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത്? ഗ്ലോബൽ വാക്സിൻ ഗ്യാപ്സ് വേർഷൻ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ലൈക്ക് മീസിൽസ് ആൻഡ് മെനിഞ്ചൈറ്റിസ് researching as millions of children miss vaccination due to funding cuts, misinformation and disrupted immunization program. അപ്പോൾ ന്യൂസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റീസെന്റ് ഒരു സ്റ്റഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മീസിൽസ്, മെനിഞ്ചൈറ്റിസ് പോലുള്ള ഡിസീസ് പിന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട് പോപ്പുലേഷൻ, എസ്പെഷ്യലി ചിൽഡ്രൻസിന്റെ ഇടയിൽ. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഫണ്ടിങ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് വാക്സിൻ ഡെവലപ്മെന്റിനുള്ള ഫണ്ടിങ് കിട്ടുന്നില്ല. പോപ്പുലേഷന്റെ ഇടയിൽ മിസ്ഇൻഫർമേഷൻ ഉണ്ട്. ഇത് ഇൻജെക്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി റിലീജിയസ് സൈഡിൽ നിന്നാണ് ആ ഒരു മിസ്ഇൻഫർമേഷൻ വരുന്നത്. ആൻഡ് ആൾസോ ഡിസ്റപ്റ്റഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പൊ ഇതുമൂലം പിന്നും ഒരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് പിന്നും റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് എന്താ ഉള്ളത്? ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് മെയിൻ ആയിട്ട് വാക്സിൻ പ്രോഗ്രാം മെയിൻ ആയിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ 25% ഓഫ് ചിൽഡ്രൻ സ്റ്റിൽ മിസ് എസെൻഷ്യൽ വാക്സിൻ. ഈ പ്രോഗ്രാം നടത്തിയിട്ട് പോലും 25% കുട്ടികൾ ഇപ്പോഴും വാക്സിൻസ് മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പാർട്ടായിട്ടാണ് അർജന്റ് ഗ്ലോബൽ കാൾ ടു ആക്ഷൻ. അതായത് WHO, യൂണിസെഫ് ആൻഡ് ഗെവി. ഈ WHO, യൂണിസെഫും ഗെവി എന്ന് പറയുന്നത് പ്രൈവറ്റ് അലയൻസ് ആണ് വാക്സിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള. ഇവർ അർജന്റ് ആയിട്ട് ഈ പ്രിവെന്റബിൾ വാക്സിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഗെവി സബ്മിറ്റ് മെയിനായിട്ട് June 2025 ഇത് മെയിനായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബേസിസിൽ എന്താണ് ഇനി വരുന്ന ഇയേഴ്സിന് വാക്സിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാനും വാക്സിന്റെ പ്രിവെന്റബിൾ സൈഡിൽ എങ്ങനെ നമുക്ക് കൂടുതൽ ഫണ്ടിങ്ങും ടെക്നോളജിയും കൊണ്ടുവരാന്നുള്ള സ്റ്റഡീസ് മെയിനായിട്ട് ഈ ഏരിയയിൽ വരാൻ പോകുന്നു. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇതിന്റെ മെയിൻ പോയിന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ഇതെന്നാൽ ലോഞ്ച് ചെയ്ത് 1985 ലോഞ്ച് ചെയ്തത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് ആണ്. ഇത് മെയിനായിട്ട് 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഡിപ്തീരിയ, പെറ്ററ്റൈസ്, ടെറ്റനസ്, പോളിയോ, മീസിൽസ്, റുബെല്ല, TB, റോട്ടാ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ ആൻഡ് അഗൈൻ ന്യൂമോകോക്കൽ ന്യൂമോണിയ. അതേപോലെ ഒരു സബ് നാഷണൽ ആയിട്ടുള്ള ജപ്പാനീസ് എൻസിഫാലിറ്റീസ്, അത് റീജിയൻ ലെവലിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും 12 ഡിസീസാണ് മെയിൻലി ഏതിൽ വരുന്നത്? യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ വരുന്നത്. ഇതിന്റെ പാർട്ടായിട്ട് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സബ് പാർട്ടായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇന്ത്യയിൽ വാക്സിനേഷൻ ഡ്രൈവ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നും അതിൽ ഏതൊക്കെ ഡിസീസ് കവർ ചെയ്യുന്നു എന്നുള്ളൊരു ഫെയർ ഐഡിയ ഉണ്ടായിരിക്കണം. മെയിൻസിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ഗവർണൻസ് ആംഗിളിലും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ ബയോടെക് ആംഗിളിലും മെയിനായിട്ട്
ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ ഇതേപോലെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ന്യൂസിന്റെ ബ്രീഫ് നോക്കാം. നിങ്ങൾ എക്സാമിന്റെ സ്റ്റഡീസിൽ ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇത് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ആംഗിളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നോട്ട് പ്രിപ്പറേഷന് കൂടുതൽ യൂസ്ഫുൾ ആകും. ഓക്കെ, താങ്ക് യു.